വാട്സപ്പ് ഗെയിമേഴ്സ്, അപ്പോൾ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഗോഡ് സിമുലേറ്റർ 3 ആട്ടോ കളിക്കാൻ പോണത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ഗോഡ് ടവർ നമ്മൾ അൺലോക്ക് ചെയ്തിരുന്നു. ഓക്കെ, നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയാണ് കളിക്കാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോട്ട് പോകും. അപ്പോൾ നമ്മൾ സെക്കൻഡ് ഗോഡ് ടവർ അൺലോക്ക് ചെയ്ത് കുറച്ച് മിഷൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു, 2-3 എണ്ണം. അപ്പോൾ ഇത് മൂന്നാമത്തെ ഭാഗമാണ്. മറ്റുള്ള 7 ഭാഗങ്ങൾ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പ്ലാൻ. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആൾക്കാർ സബ് ചെയ്യണില്ല. ഓക്കെ, നിങ്ങളെന്താ സബ് ചെയ്യാത്തതെന്ന് സബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യും, എല്ലാവർക്കും ചാനൽ എത്തിക്കൂ. ഓക്കെ, നമ്മളെവിടെയോ നിൽക്കുകയാണ്. നമുക്കൊന്ന് തേർഡ് ഗോഡ് ടവർ അൺലോക്ക് ചെയ്തിട്ട് വരാം. സംഭവം ഇവിടെ എവിടെയാണ്. ഓക്കെ ഗൈസ്, ഇവിടെ ഒരു മൗണ്ടെയിൻ ഉണ്ട് കേട്ടോ, അവിടെ അങ്ങ് തോന്നുന്നു. ഓക്കെ, ഈ മലയുടെ മുകളിലാണ്. ഈ മലയുടെ ആ അറ്റം കാണാം നമുക്ക്, പാറയുടെ അറ്റം അവിടെ എങ്ങാണ്ടാണ് സംഭവം. ഓക്കെ, നമ്മൾ ഏത് വഴി പോകും? ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഗോഡ് ടവറാണിത്. അങ്ങോട്ടേക്കാണ് നമ്മൾ പോണത്. നിങ്ങൾക്ക് മുമ്പിൽ മല കാണാൻ പറ്റുന്നതായിരിക്കും. അതിൻ്റെ മുകളിലാണ് ആ ഗോഡ് ടവർ ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ ഒഴുകുന്ന കായൽ കടന്ന് അപ്പുറത്തോട്ട് പോകണം. അയ്യോ, നമ്മൾ ഒഴുകി പോണേ. എവിടെയെങ്കിലും ചാടി പിടിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഒഴുകി ഓരോ കായലോട്ടും. ഇവിടെ ഒരു മിഷൻ ഉണ്ട്, തുടക്കത്തിൽ നമുക്ക് ചെയ്തിട്ട് പോവാം. ഇപ്പം തിരിച്ചിങ്ങോട്ട് വരേണ്ട ആവശ്യമില്ലല്ലോ. ഇതിൽ നിൽക്കണ കിഴങ്ങ നമ്മളവിടുത്തെ ഒരു കേജ് ഉണ്ട്, അവിടെ നമ്മളവിടെ കൊണ്ടുവരണം. ബിഗ് ഈസ് നോട്ട് ബെറ്റർ. എവിടെ? അയ്യോ, ഇയാളെവിടെ പോയി? പൈസ നമ്മൾ നക്കിക്കൊണ്ടെന്ന ആളെ കാണാനില്ല. ഇയാളിവിടെ കിടക്കണേണാ. ഇങ്ങോട്ട് വാടാ. ഇനി നമ്മൾ ഇയാളെ വലിച്ച് ആ കേജി കൊണ്ടുവരണം. അതായത് എല്ലാവരും വിചാരം ഇവിടെ ബിഗ് ഫൂട്ട് ഉണ്ടെന്നാണ് ഗൈസ്. പക്ഷെ ഇവിടെ ഉള്ളത് ബിഗ് ഫൂട്ടല്ല, കിഴങ്ങനാണ്. ഇങ്ങോട്ട് വാടേ. ഈടാ നമ്മളെയും ജയിലിട്ട് പൂട്ടിയവേ. നമുക്ക് ആ ഗ്യാപ്പൊക്കെ ഇറങ്ങാൻ പറ്റും.
ഒരു മിനിറ്റ് കേട്ടോ, കാലിൻ്റെ സംഭവം ഞാൻ മാറ്റട്ടെ. എനിക്ക് ഈ സംഭവമാണ് സുഖം. ഇപ്പം നമ്മൾ ഈ കാണുന്ന മലയുടെ മുകളിൽ കയറണം. ഇപ്പം നമ്മുടെ ഈ ഗെയിമിൽ ഏറ്റവും കൂടുതൽ കയറാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് ഗൈസ്. എപ്പോൾ എന്ത് സംഭവിക്കുന്ന ദൈവത്തിനറിയാം. ആരാണോ ദൈവമേ ഈ ഗോട്ട് ടവർ എൻ്റെ മുകളിലൊക്കെ കൊണ്ടുവച്ചത്? കണ്ടോ, അടി തെറ്റിയ ആനയും വീഴുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതേപോലെ അടി തെറ്റിയ ആടും വീഴും. കുടുങ്ങി ഗൈസ്. ഇതിന് ഗൈസിൽ കൺട്രോൾസ് അത്ര ശരിയല്ല. അയ്യോ, ഈ സാധനം ഉദ്ദേശിച്ച സ്ഥലത്ത് നിൽക്കില്ല ഗൈസ്. അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഇതൊക്കെ കണ്ടോ, ഇതാണ് നമ്മുടെ സിറ്റി. നിങ്ങൾക്ക് അവിടെ സ്റ്റാച്ചു കാണാൻ പറ്റും, ചൂണ്ടെടുക്കുന്ന സ്റ്റാച്ചു ഒക്കെ. അവിടെ അടുത്തൊരു ഗോട്ട് ടവർ ഉണ്ട്, അതിൻ്റെ അടിയിലാണ് ഗൈസ് നമ്മുടെ ജീസസ് ഉള്ളത്. നിങ്ങളൊന്നും എൻ്റെ വീഡിയോ കാണുന്നതേ ഉള്ളൂ, നിങ്ങൾ സബ് ചെയ്യണില്ല. നിങ്ങൾ എന്തൊക്കെ സബ് ചെയ്യാത്തത്? നിങ്ങൾ പോയി സബ് ചെയ്യുന്ന എല്ലാ വീഡിയോയിലും പറയണതല്ലേ. നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്യല്ലേ, നിങ്ങൾ സബ് ചെയ്യുക ഗൈസ്. അതോ നിങ്ങൾക്ക് ഈ ചാനൽ കാണണമെങ്കിൽ ഗെയിം നറേറ്റർ ഗെയിമിംഗ് സെർച്ച് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ അടിയിലൊരു ID തരാം, കമൻറ്റ് ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് തരാം. നിങ്ങൾ അതിൽ കയറിയിട്ട് ചാനൽ സബ് ചെയ്യും. അല്ലെങ്കിൽ ഒരു പേര് തരാം. ഇനി ഞാൻ ആരാണ് എന്താണ് എന്നറിയാത്തത് കൊണ്ടാണോ നിങ്ങൾ സബ് ചെയ്യാത്തത്? അപ്പോൾ ഗൈസ്, എൻ്റെ പേര് ആനന്ദ് എന്നാണ് കേട്ടോ. ഞാൻ പുതിയ ആളാണ് യൂട്യൂബിൽ. ആനന്ദ് എന്നാണ് എൻ്റെ പേര്. ഇനി അതറിയാത്തതുകൊണ്ടാണ് നിങ്ങൾ സബ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. എൻ്റെ പേരറിയാത്തത് കൊണ്ടായിരിക്കും നിങ്ങൾ സബ് ചെയ്യാത്തത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് ഗോട്ട് ടവറിൽ കയറിയിട്ട് കുറച്ച് പണിയുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ചിലപ്പോൾ നമ്മൾ ഭൂമി പിളർന്ന് താഴോട്ട് വീഴും. കണ്ടോ, നമ്മൾ താഴോട്ട് വീഴും. ഇതൊരു ഗ്ലിച്ചാണ് കേട്ടോ ഗോട്ട് ടവറിൽ. ഇത് ഗ്ലിച്ചാ. ഇപ്പം ഇങ്ങോട്ട് കയറി ശരിയാവില്ല. നമുക്ക് തിരിച്ചു പോകാം. ആ സംഭവം ഒരു ഗ്ലിച്ചാണ് കേട്ടോ. നമ്മൾ കുറേ നാളായി ഹൊറർ ടൈൽ ചെയ്യുമെന്ന് പറയുന്നു. നമുക്ക് ഹോളിഡേ ആണ്, അതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ നാളെ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, നമ്മൾ രണ്ടാമത് അൺലോക്ക് ചെയ്ത ഗോട്ട് ടവറിൻ്റെ അവിടെ തന്നെ നമ്മൾ എത്തി ഗൈസ്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടെയുള്ള ഈ ഗോട്ട് ടവർ കൂടി അൺലോക്ക് ചെയ്യാം.
ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് 2 മിഷൻസ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അങ്ങോട്ട് പോകാം. ഓക്കെ, നമുക്ക് 2 മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം. നമ്മൾ തിരിച്ചവിടെ എത്തിയിട്ടുണ്ട്. ആദ്യം നമ്മൾ ഇങ്ങോട്ടാണ് കേട്ടോ പോകണം. ഫസ്റ്റ് നമുക്ക് അങ്ങോട്ട് പോവാം. ഇത് ആ കാണുന്ന ബിൽഡിങ്. ഓക്കെ, ഒരു മിനിറ്റ്, നമുക്ക് പാരാഗ്ലൈഡർ യൂസ് ചെയ്ത് അങ്ങോട്ട് പോവാം. പാരാഗ്ലൈഡറിന് ചെയ്യ സംഭവമാണ് കേട്ടോ. ഇത് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കയറണം. ഇതിൻ്റെ മുകളിൽ ഒരു ബാറ്ററി ഉണ്ട് കേട്ടോ. ഈ വിൻഡ് ടർബൈൻ്റെ മുകളിൽ ബാറ്ററീസ് ഉണ്ടാവും. ഈ ബാറ്ററീസ് നമ്മൾ ആ കാണുന്ന 2 വിൻഡ് ടർബൈനിൽ ഇടണം. അയ്യോ, നമ്മൾ ഈ 2 വർക്ക് ചെയ്യിപ്പിക്കണം. ഇപ്പോൾ ഒരു സാധനം വർക്ക് ചെയ്യണമെങ്കിൽ അതിന് ബാറ്ററി വേണമല്ലോ. ആരോടെ ഇത് ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ബാറ്ററി എടുക്കാം. ഫസ്റ്റ് ഈ പാരാഗ്ലൈഡർ ഞാൻ ഒന്ന് മാറ്റട്ടെ. താഴത്തോട്ട് പോകരുത്. അയ്യോ, താഴത്തോട്ട് പോവല്ലേ എന്ന് പറഞ്ഞതാണ് ഗൈസ്. അപ്പോഴത്തേക്കും താഴോട്ട് പോയി. എനിക്ക് നല്ല കരുനാക്കാണ്. ഇങ്ങോട്ട് വാടാ, ഒന്ന് ഇനിക്കാടെങ്കിലും. ഇത് നമ്മൾ മേലോട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ ഇവിടെ നിൽക്കണ ബിൽഡിങ് പൊന്തിപ്പോവും. പൊന്തി അങ്ങോട്ട് പോയി, എനിക്കറിഞ്ഞൂടെ എന്താ സംഭവം. നോക്കെ, അത് ഓപ്പണായി. അയ്യോ, നമ്മൾ പെട്ടു. ഗൈസ്. സ്പേസ് SUV, ഇത് സ്പേസ് ഷിപ്പാണ് ഗൈസ്. നിങ്ങൾ അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോൺ മൂവിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു സിറ്റി അങ്ങനെ മേളിലേക്ക് പൊന്തിപ്പോകുന്നതായിട്ട്. നിങ്ങൾ ഭൂരിഭാഗം അവെഞ്ചേഴ്സ് ഫാൻസ് ആണെന്ന് എനിക്കറിയാം. നിങ്ങൾ അവെഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിൽ കണ്ടിട്ടുണ്ടാവും. ഈ ഭൂമിയുടെ ഒരു സിറ്റി അങ്ങനെ ഈ അൾട്രോൺ മേളിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് താഴത്തിട്ട് ഭൂമി നശിപ്പിക്കാനുള്ള പ്ലാനാണ്. ഇതൊന്നല്ല കേട്ടോ, അത് വേറെന്തോ സംഭവമാണ്. അയ്യോ, ഇതിൻ്റെ അടിയിൽ എന്താ ബങ്കറൊക്കെ ഉണ്ട് ഗൈസ്. നമ്മളതിനുള്ളിലെത്തി. ഗൈസ്, ഈ സംഭവം വെച്ചാൽ നമുക്ക് ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ടെലിപ്പോർട്ട് എന്താ ചെയ്യാൻ പറ്റും എനിക്ക് അറിഞ്ഞൂടാ. അത് പോയി. അതെങ്ങോട്ട് പോയി ഗൈസ്? ഇത് വേറെ എവിടെയോ എത്തി. ഇങ്ങോട്ട് പോവാ. ഇത് വേറെന്താ സംഭവം കേട്ടോ. ഇത് സ്പേസ് ഷിപ്പാണ് തോന്നുന്നു.
ഇത് സ്പേസ്ഷിപ്പാന്ന് തോന്നണം. കൃത്യമായിട്ട് സംഭവം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇതാണ് കേസിൻ്റെ പ്രശ്നം. സ്റ്റക്ക് വരും. വണ്ടി എടുത്തങ്ങോട്ട് പോകും. ഇനി ഓടിപ്പോകുന്നതിനെ കൊണ്ട് വയ്യ. മിസ്സിങ് റോസി എന്ന് പറഞ്ഞൊരു മിഷൻ നമ്മൾ ചെയ്യാൻ പോണത്. ഇത് ഞാൻ മുമ്പ് കളിച്ചിട്ടുള്ളതുകൊണ്ട് അയ്യോ വണ്ടി ആക്സിഡൻ്റായി. അതിനിപ്പം വണ്ടി ഇപ്പം ആക്സിഡൻ്റായേ. അപ്പോൾ അവിടെ ഒരു വലിയ ഒരു പിഗ് ഉണ്ട്. പിഗ് എന്ന് വെച്ചാൽ പന്നി. ആ സംഭവം എങ്ങോട്ടോ പോയി. അതിനെ നമ്മൾ കണ്ടുപിടിച്ച് ഇവിടെ തന്നെ കൊണ്ടിടണം. അതാണ് മിഷൻ. അപ്പോൾ നമുക്കൊരു ഹിൻ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ സാധനം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേതാണ് ഗൈസ്. പേരൊന്നും ഞാൻ പറയണില്ല. പേര് പറഞ്ഞാൽ ഞാൻ പേര് പറയണില്ല ഗൈസ്. നമ്മുടെ പിഗ് പോണ വഴിക്കാര് സാധിച്ചിട്ടുണ്ട്. അപ്പം അത് നോക്കി നമുക്ക് പോവാം. നമുക്ക് ഈ വഴിയാണ് പോകേണ്ടത്. നമ്മുടെ പിഗ് ഇവിടെ കാര്യം സാധിച്ച് വെച്ചിട്ടുണ്ട്. എളുപ്പമായി. മേളിലോട്ട് പോകണം. മേളിലോട്ട് പോകണ്ട ഗൈസ്. ഈ നാരകൾ നമ്മുടെ പന്നീനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുവന്നേക്കണ ഗൈസ്. നീ എന്നെ ഇടിച്ചിട്ടോ. ഇങ്ങോട്ട് പാടാ നായി. ഈ പോച്ചറല്ല. ഇങ്ങോട്ട് റോസി. റോസി ഇങ്ങോട്ട് വരൂ. ഈ നമ്മളെ റോസിനെ കൊണ്ട കൂട്ടിയിട്ടില്ല. ഇപ്പം നീ കുളിക്കണമെന്നാണ് ഗൈസ്. അയ്യോ വെള്ളത്തിൽ വീഴല്ലേ. ഭാഗ്യം. അയ്യോ ഇപ്പം നീ കുളിക്കണമെന്നാണ് ഗൈസ്. മാറിയിട്ട് വയ്യ. എന്തോ ഒരു പച്ച പുക പോലെ സംഭവം നമ്മുടെ മേത്തിൽ കൂടെ പോകണുണ്ട്. ഒരു പച്ച പുക പോലത്തെ സംഭവം കാണാൻ പറ്റും നിങ്ങൾക്ക്. മാറിക്ക് ചേട്ടാ. അയാൾ ക്യാമറ വെച്ചുകൊണ്ട് വന്നേക്കാണ്. അയ്യ നമ്മൾ പന്നിയായപ്പാ. നമ്മളൊരു പിഗ്ഗായി ഗൈസ്. നമുക്ക് പിഗ്ഗൊന്നും വേണ്ട. നമുക്ക് ആട് തന്നെ മതി. ഒരു മിനിറ്റ്. ഈ മാസ്റ്റർ ഷെഫിൻ്റെ ഹാറ്റ് ഞാൻ മാറ്റട്ടെ. ഇത് മതി. ഇവിടെ തൊട്ടടുത്ത് വേറെ ഏതോ മിഷൻ കൂടി ഉണ്ട്. ഇവിടെ ഫ്രീ ബില്ലി എന്ന് പറഞ്ഞൊരു മിഷനും കൂടി ഉണ്ട്. ഒന്ന് പോവാൻ അങ്ങോട്ട് മേലെ. എവിടെയാണ്? ഇവിടെയാണ് ഗൈസ്. ഈ ആടിന് കമ്പി കാണുമ്പോൾ സൂക്കേടാണ്. വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് സ്ലൈഡ് ചെയ്യുക. നമ്മൾ ഈ ക്യൂ വലിക്കണ മീനെ ഇവിടെ നിന്ന് പുറത്തിറക്കിക്കൊണ്ട് പോകണം. ഈ ഗ്ലാസ് അല്ല വേണ്ട, ബില്ലിനെ വേണ്ട. ഇങ്ങോട്ട് വാ ബില്ലി. നമ്മൾ ബില്ലിനെ കിട്ടേണ്ട. ഇനി നമ്മൾ ഇതിനെ കൊണ്ട് കടലിടണം. ഗ്ലാസ് പൊട്ടിച്ച്. ഈ വാങ്ങിടേ. ഇതെന്താണ് അവിടെ തടഞ്ഞിക്കണേ? ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ.
മാറിക്കട അവിടെ നിന്ന്. ഈ പണ്ടാരം മുമ്പിലാണ് കണ്ണും കാണാൻ പറ്റണല്ലോ. അയ്യോ, നമ്മളെ താഴത്തോട്ട് പോയത്. ഇതിന് ഏതോ ഷാർക്ക് വന്ന് വീഴുന്നു മിക്കവാറും. ഷാർക്ക് എന്താ സംഭവം വെയിൽ മെഴുങ്ങി കഴിച്ചതിന്. ഭാഗ്യം നമ്മളങ്ങോട്ട് ഇറങ്ങിയിരുന്നെങ്കിൽ നമ്മളെ കൂടെ കൊണ്ടുപോയേനെ. ചേട്ടാ വണ്ടി ഒന്ന് തരുമോ? ഇനി നമുക്ക് വേറെ ഗോട്ടവർ ഉണ്ടാക്കി. അയ്യോ, നമുക്ക് അടുത്ത ഗോട്ടവർ നോക്കിയാൽ ഗൈസ്. അടുത്തത് എവിടെയാണ്? ഇവിടെ എവിടെയാണ് കേട്ടോ. അറ്റത്തെങ്ങാണ്ടാണ്. വണ്ടി മറിഞ്ഞ് ഇനി നമുക്ക് ഓടിപ്പോകാം. അടിപൊളി കേസ്. നമുക്ക് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് പോവാം. ഇത് കൊള്ളാല്ല. നമുക്ക് സ്ലൈഡ് ചെയ്ത് പോകാം കേസ്. ഓടേണ്ട ആവശ്യമില്ല. കറക്റ്റ് ചെയ്ത് വണ്ടിയുടെ മുമ്പിൽ വന്ന് കയറിയുണ്ട്. മാറിയൊക്കെ ചേട്ടാങ്ങട് എനിക്കാണെങ്കിൽ ഇടിച്ച് കൊന്നാലേ. അങ്ങോട്ടല്ല എനിക്ക് പോകേണ്ടത്. റിവേഴ്സ്. ഇതാണ് ഗൈസ്, നമ്മൾ വിചാരിച്ച സ്ഥലത്തോട്ട് പോവില്ലേ. ഒന്ന് നേരെ പോകാറേ. ഇവിടെ എവിടെയാണ് സംഗതി? നമ്മളങ്ങോട്ട് ഇടിച്ച് കയറ്റിയിട്ടുണ്ട്. അയ്യോ, ഇപ്പം താഴെ പോയേനെ. ഇവിടെ വരെ കയറി വന്ന് കഷ്ടപ്പെട്ട് കയറി വന്ന് വെറുതെ ആനെ കഴിച്ചപ്പോൾ. കഷ്ടപ്പെട്ട് ഇവിടം വരെ കയറി വന്നപ്പോൾ വെറുതെ ആയേനെ. ഇതായി ഗോക്കുവാ ഗൈസ്. നമ്മൾ അവസാനം ഗോക്കുവിനെ കണ്ടിരിക്കുകയാണ്. ഗോക്കു ആണത്. പുള്ളിനെ പോലെ ഉണ്ട്. ഓടാ, നമ്മൾ ഗോക്കുവിനെ ഇടിച്ച് തെറിപ്പിച്ച്. ഇവർക്ക് ടവറൊക്കെ എവിടെയാണോ കൊണ്ടുവയ്ക്കാൻ സമയമുള്ളത്? വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ല. ഇവിടെ എത്രയോ നല്ല സ്ഥലങ്ങളുണ്ട്. ഇവിടെയൊക്കെ കൊണ്ടുവച്ചൂടെ? ഈ ടവർ ഇവിടെ തന്നെ കൊണ്ടുവയ്ക്കണം. നമ്മളെ തല്ലാൻ വന്ന ആൾ എവിടെയോ പോയി വീണു. ചില ആൾക്കാർ നമ്മളെ കിക്ക് ചെയ്യണ്ടോ ഇതിൽ? ജസ്റ്റ് നമുക്ക് കോട്ടറിനുള്ളിൽ പോയിട്ട് നോക്കി നോക്കാം. നമുക്കതിൽ കുറേ സംഭവങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനുണ്ട് കേട്ടോ. നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ നോക്കാം. ഇത് ഗ്ലിച്ചായിരിക്കുകയാണ്.
ഇത് എവിടെ പോയാലും ഇത് തന്നെയുള്ളത് അവസ്ഥ. ഓ ഇപ്പോൾ ശരിയായിട്ടോ. ഏത് മാറി സെക്കൻഡ് ഫ്ലോറോട്ട് അപ്ഗ്രേഡ് ആയിട്ടോ. അങ്ങനെ 4 സംഭവങ്ങൾ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. റിങ്ങുണ്ട്, അത് ഫുള്ളായപ്പോൾ അത് യെല്ലോ കളറായി മാറി. ഇനി നമുക്ക് 2 കൂടി ചെയ്യാനുണ്ട്. ഒന്ന് സൈഡിൽ കാണുന്ന സംഭവം, പിന്നെ ആ ഡോറിൻ്റെ നടുക്ക് ഒരു സംഭവമുണ്ട്. ആ മെയിൻ ഡോറിലെ ചങ്ങല വെച്ച് പൂട്ടിക്കണ മെയിൻ ഡോറ് ഓപ്പൺ ആവണമെങ്കിൽ, ഈ മെയിൻ ഡോറ് കണ്ടില്ല നിങ്ങൾ, അത് ഓപ്പൺ ആവണമെങ്കിൽ നമ്മളെല്ലാ മിഷനും കംപ്ലീറ്റ് ചെയ്യണം. നമുക്ക് അവിടെ വലിയൊരു ആടിൻ്റെ ഒരു തല പോലത്തെ സംഭവം കാണാം. ആ സംഭവം കൂടി നമ്മൾ സെറ്റ് ആക്കണം. ആടൊക്കെ നോക്കുമ്പോൾ തല കുനിക്കാൻ കേട്ടോ. ഈ രാജാവ് വരുമ്പോൾ ഈ ഭടന്മാർ തല കുനിക്കില്ല, അതേപോലത്തെ സംഭവം. മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഗെയിമാട്ടോ. PC ഉള്ളവരൊക്കെ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഗെയിമാണ്. അടിപൊളി ഗെയിമാട്ടോ ഗോഡ് സിമുലേറ്റർ 3. നമ്മൾ കഴിഞ്ഞ ദിവസം 911 കാനിബലിൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് കാണാത്തൊരു ചെക്കൗട്ട് ചെയ്യാതെ കയറി. അതിൻ്റെ ഒരു സെക്കൻഡ് ഗെയിം ഉണ്ട് കേട്ടോ, 911 പ്രേ. അത് നമ്മൾ കളിക്കുന്നതായിരിക്കും. ഗൈസ്, ഞാൻ കയറിയ ഗോ ടവർ ഇതാണ്. ഈ കാണുന്ന ഗോ ടവറിലാണ് ഞാൻ കയറിയത്. പുറത്തിറങ്ങിയപ്പോൾ എങ്ങനെയാണ് ഗൈസ് ഇവിടെ എത്തണത്? ഇത് വല്ലാത്ത ഞാനൊന്നും പറയണല്ല. ഇവിടെ കുറേ മിഷൻസ് ഉണ്ട്. നമുക്കിതെന്നാലും ചെയ്യാം. വേണ്ട ഗൈസ്, ഇത് ചെയ്യാം ആദ്യം ഞാൻ അങ്ങോട്ട് ടെലിപ്പോർട്ടാകാൻ പറ്റുന്നുണ്ടോ? ഈ ഗെയിം നമുക്ക് ടെലിപ്പോർട്ടാകാൻ പറ്റും. ജസ്റ്റ് അൺലോക്ക് ചെയ്ത് ഗോ ടവർ പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ജസ്റ്റ് 1 സെക്കൻഡ് പ്രസ് ചെയ്താൽ നമ്മൾ ടെലിപ്പോർട്ടാവും. ഇനി നമുക്ക് 2 കൂടി അൺലോക്ക് ചെയ്യാണല്ലോ. നിങ്ങൾക്ക് അവിടെ ഒരു സ്റ്റാച്ചു കാണാം, അവിടെയും പിന്നെ ആ ബ്രിഡ്ജ് പോയി എൻ്റെ ആവണ സംഭവമില്ലേ, ഐലൻഡ്. അവിടെ ഐലൻഡ് അല്ല, ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഐലൻഡ് അല്ല, ഓക്കെ, പക്ഷെ ഐലൻഡ് അല്ല, ഐലൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. മലരി കേറടേ അങ്ങട്. ഈ ഗോട്ടിന് മേലുള്ള പ്രശ്നം അതാണ്.
ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. എന്ത് മണ്ടത്തരാടെ കാണിച്ച്. ഹെൽമെറ്റ് എടുത്ത് നെഞ്ചി കുത്തി കയറ്റി വെച്ചിരുന്നു. കൊള്ളാം. മസ്റ്റ് ട്രൈ ആട്ടോ ഗൈസ്. സിനിമ ഷൂട്ട് എടുക്കണോ? ഇതേപോലത്തെ കളക്റ്റബിൾ ട്രോഫി ഉണ്ട് കേട്ടോ. എന്തെങ്കിലും കൊണ്ടു കൊടുത്താൽ മതി ഗൈസ്. എന്തെങ്കിലും കൊണ്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഈ മിഷൻ ചെയ്യാം. അതിന് നമ്മൾ അങ്ങോട്ട് പോകണം. 1 മിനിറ്റ്. ഓക്കെ, ചേട്ടി കാറൊന്നും തരുമോ? നമ്മൾ GTA 5 പോലെ പുള്ളിനെ വലിച്ച് താഴിട്ട് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ആരുടെ പോസ്റ്റൊക്കെ നടുക്ക് കൊണ്ടുവന്ന് വെച്ചേക്കണം. ഇവിടെ നമ്മളെന്തോ ചെയ്യണം. മല്ലരി മാറിക്കാൻ കിടി. ഈ പോസ്റ്റൊക്കെ ആരാണ് കൈസ് നടുക്ക് കൊണ്ടുവന്ന് വയ്ക്കുന്നത്? ഈ കണ്ടെയ്നർ ലിഫ്റ്റ് ചെയ്യാൻ നമ്മളിനി ആളെ വിളിച്ചുകൊണ്ട് വരണം. ഇവിടെ ഒരു കണ്ടെയ്നർ കിടക്കണ്ട കേട്ടോ. അത് ലിഫ്റ്റ് ചെയ്യാൻ നമ്മൾ ആരെങ്കിലും വലിച്ചുകൊണ്ട് പോകണം. ചേട്ടൊന്ന് വരുമോ? ഇവിടെ ഒരു കണ്ടെയ്നർ ഒരുത്തൻ്റെ മേളിൽ കിടക്കുന്നു. അവനാണ് ഇവിടെ ചാവാൻ കിടക്കുന്നു. ഈ നാറികളാണെങ്കിൽ ഇവിടെ പണിയെടുത്തോണ്ടിരിക്കുക. ചേട്ടൻ എന്താ വായി നോക്കി നിൽക്കണേ? ചേട്ടൻ പൊക്കിക്കൂടെ? ഓ, ഇയാൾക്ക് പൊക്കാൻ വയ്യ കേട്ടാ. ഇവിടെ എങ്ങനെയാണ് ആള് വന്നേ? Is anybody here? തന്നെയല്ലേ ഞാൻ നേരത്തെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് വന്നേ. ഓ, ഇവിടെ പോർട്ടിൽ കണ്ടെയ്നർ പൊക്കണമെങ്കിൽ തന്നെ ക്രെയിൻ വേണം ഗൈസ്. ഇവിടെ 4 പേര് വന്നത് ഒരു സൂപ്പർമാനാ. 4 പേര് വന്ന് ജസ്റ്റ് പൊക്കിയപ്പോഴേക്കും കണ്ടെയ്നർ തെറിച്ച് ബഹിരാകാശത്തിട്ട് പോയി. ഓ, സൂപ്പർ പവർ. ഓ, കൊഞ്ചിക്കണതൊക്കെ മോന്ത കിട്ടാൻ കൊടുത്തല്ലേ. എന്നാ പിടി. കൊഞ്ചിക്കണ എനിക്ക് ഇഷ്ടമല്ല. എൻ്റെ പുറത്ത് കോഷൻ ബോർഡ് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാൽ കണ്ടോ. നമ്മൾ ഈ റോട്ടിൽ പണി നടക്കൂലേ, അപ്പം നമ്മൾ വയ്ക്കില്ല ബോർഡ്. നീ എന്നെ ചൂട്ടറാമോ മെയിലെ? സോറി ഗൈസ്, പെട്ടെന്ന് യൂസ് ചെയ്താ കേട്ടോ. ഞങ്ങൾ ബാഡ് വേർഡ്സ് യൂസ് ചെയ്യാറില്ല. പെട്ടെന്ന് ആക്സിഡൻ്റ് ഞാൻ യൂസ് ചെയ്താ കേട്ടോ. കുറച്ച് നേരം മക്കൾ അതിൻ്റെ അടി കിടക്കും. ഇവനെയാണ് നമ്മളെ കണ്ടെയ്നറിൻ്റെ അടിയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് കേട്ടോ. അതിൻ്റെ നന്ദി പോലും കാണിക്കില്ല. നാറി എന്നിട്ട് എന്നെ കാല് വെച്ച് തട്ടാൻ വരുന്നത്. കുറച്ച് നേരം അതിൻ്റെ അടി കിടക്കും. ചേട്ടാ, ഒരുത്തന്നെ ഞാൻ അടിച്ച കല്ലിൻ്റെ അടി അടിച്ചിട്ടുണ്ട് കേട്ടോ. സമയം കിട്ടുമ്പോൾ പുള്ളീനെ നിരീക്ഷിച്ചോളൂ. ക്രെയിനിൻ്റെ മേളിൽ പണിയെടുക്കാതെ കുറച്ച് പേര് ഇതായിരിക്കുന്നു. അതാണ് നമ്മുടെ അടുത്ത മിഷൻ. നമ്മൾ ക്രെയിനിൽ കയറിയിരുന്ന് എന്തോ കാണിക്കണം. എന്താണ് കാണിക്കേണ്ടത്?
ഒന്നും ചെയ്യണ്ട. ഓ അങ്ങനെ നമ്മൾ ജോയ്സ്റ്റിക്ക് പിടിച്ചിട്ടിരിക്കണം. പണിയെടുക്കാതെ വെറുതെ അതിൻ്റെ മേളിൽ പോയിരിക്കുകയാണ് കേസ് അവർ. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് ക്രെയിൻ പിടിച്ചിട്ട് തിരിച്ച് അപ്പോൾ ഈ ഒരു മെഷീനും കൂടി നമുക്ക് ചെയ്യാൻ മതി. എല്ലാവരും അവിടെ പോയി. വരണം സാർ വരണം. ശരി, ബോർഡല്ല ചേട്ടാ, വരണം. വന്ന് എനിക്ക് വോട്ട് നൽകണം. നമ്മൾ ഇവരെല്ലാവരെയും വലിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടോ. നമ്മൾ ഉദ്ദേശിച്ച സാധനം വരില്ല. ചീട്ടൊന്ന് വരൂ. വരൂ, ഒന്നെനിക്ക് വോട്ട് ചെയ്യൂ. വെറുതെ എന്തിനാ കേസ് ഓരോരുത്തരെ പാർക്കി കൊണ്ടുവരുന്നു. ആ ചേട്ടാ വരൂ, എനിക്ക് വോട്ട് ചെയ്യൂ. നമ്മളെ പ്രസിഡൻ്റ് ആയിട്ടോ. ഇവിടെ കുറേ മിഷൻസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഒരു 6 അല്ലെങ്കിൽ 7 പാർട്ടുണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ ടൈമായിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ ചെയ്യാൻ ടൈമായി. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.